സവർക്കർ കേസിൽ അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. വകുപ്പ് തല നടപടികൾ തുടരാമെന്ന നിർദ്ദേശം. ഉത്തരക്കടലാസിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് ഉത്തരം വരുന്ന രീതിയിൽ സവർക്കറുടെ പേര് ഉൾപ്പെടുത്തിയതിനാണ് സർക്കാർ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്റ്റേ ഉണ്ടായിരിക്കുന്നത്? കോടതി ഇക്കാര്യത്തിൽ നോക്കിയിട്ടുള്ളത് നിയമപരമായിട്ടുള്ള സർക്കാരിന്റെ അധികാരം സർക്കാർ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത നടപടി മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചുള്ളത്. വകുപ്പ് തല നടപടികൾ, അതായത് ഇവരെ ഏതെങ്കിലും തരത്തിൽ അതായത് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആള്. അദ്ദേഹത്തിന്റെ ഒരു വിരുദ്ധമായിട്ടുള്ളൊരു ആരോപണം നേരിടുന്ന സവർക്കറെ ഒരു മഹാത്മാവായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു ഉത്തരം വരുന്ന രീതിയിലൊരു ചോദ്യം കൊടുത്തു എന്നുള്ളതാണ് അധ്യാപകരുടെ പേര്. അപ്പൊ അതിൽ ഹൈക്കോടതിയും ഒരു കഴമ്പ് കണ്ടിട്ടുണ്ട്. കാരണം അക്കാര്യത്തിൽ ഇവർക്കെതിരെയുള്ള വകുപ്പ് തല നടപടികൾ തുടരാം, പക്ഷെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സസ്പെൻഷൻ മാത്രമാണ് ഹൈക്കോടതി തടഞ്ഞത്. ബാക്കി പ്രൊസീഡിങ്സ് സർക്കാർ തുടരാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ശരി, സവർക്കർ കേസിൽ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ വകുപ്പുതല നടപടികൾ തുടരാമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.